ടേസ്റ്റിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ജീസ ജോർജ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എക്ടോപിക് പ്രഗ്നൻസിയെ കുറിച്ച് പറഞ്ഞു തരാനാണ് കേട്ടോ. കാരണം ഈ എക്ടോപിക് പ്രഗ്നൻസി ഇപ്പം ഭയങ്കര കോമൺ ആണ്. 100 പ്രഗ്നൻസി നമ്മൾ നോക്കുവാണെങ്കിൽ അതിൽ ഒന്ന് എക്ടോപിക് പ്രഗ്നൻസി എന്നുള്ളതാണ് ഇപ്പോഴത്തെ അതിൻ്റെ കണക്ക്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ എക്ടോപിക് പ്രഗ്നൻസിയിൽ തന്നെ 95% ട്യൂബൽ പ്രഗ്നൻസിയാണ്. അപ്പോൾ നമുക്കിത് നേരത്തെ കണ്ടുപിടിക്കുവാണെങ്കിൽ നമ്മൾ നേരത്തെ അതിനെ റെക്ടിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ അമ്മയുടെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ പറ്റും കേട്ടോ. അല്ല, കണ്ടില്ല, അത് ട്യൂബിലിരുന്ന് വളർന്നു, ട്യൂബ് റപ്ചർ ആയിട്ടുണ്ടെങ്കിൽ അമ്മയുടെ ജീവന് ഭയങ്കര ഭീഷണിയായിട്ടുള്ള ഒരു കാര്യമാണ് ഈ എക്ടോപിക് പ്രഗ്നൻസി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്നൊരു വീഡിയോ ഇതിനെക്കുറിച്ച് ചെയ്യാൻ ഞാൻ വിചാരിച്ചത്. അപ്പോൾ എന്താണ് ഈ എക്ടോപിക് പ്രഗ്നൻസി, ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, ഇത് നമ്മളൊക്കെ എങ്ങനെ നേരത്തെ കണ്ടുപിടിക്കാം, ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ്, അതുപോലെ ഇപ്പം നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും എക്ടോപിക് പ്രഗ്നൻസി ഉണ്ടെങ്കിൽ നമുക്ക് വരാൻ സാധ്യതയുണ്ടോ, ഇപ്പം എക്ടോപിക് പ്രഗ്നൻസി ആയി ഒരു ട്യൂബ് റിമൂവ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും പ്രഗ്നൻസിക്ക് സാധ്യതയുണ്ടോ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ആദ്യം തന്നെ എന്താണ് എക്ടോപിക് പ്രഗ്നൻസി എന്ന് നോക്കാം. സാധാരണ കേസിൽ ഓവവും സ്പേമും കൂടെ നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിൽ അല്ലെങ്കിൽ അണ്ടവാഹിനി ട്യൂബിൽ വെച്ചാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അതിനുശേഷം അത് പതുക്കെ പതുക്കെ ഫലോപ്പിയൻ ട്യൂബ് വഴി വന്ന് യൂട്രസിന്റെ ഭിത്തിയിൽ ഇംപ്ലാന്റ് ചെയ്ത് അല്ലെങ്കിൽ പറ്റി പിടിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വളരും. അതാണ് നോർമൽ പ്രഗ്നൻസിയിൽ നടക്കുന്നത്. പക്ഷെ എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫലോപ്പിയൻ ട്യൂബിൽ ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷം അത് യൂട്രസിലേക്ക് എത്തുന്നില്ല. യൂട്രസിലേക്ക് വരാതെ യൂട്രസിന്റെ പുറത്ത് എവിടെയെങ്കിലും ഇത് പറ്റിപ്പിടിച്ച് ഡെവലപ്പ് ആകുന്ന ആ ഒരു സ്റ്റേജിൽ പറയുന്ന പേരാണ് എക്ടോപിക് പ്രഗ്നൻസി. ഓക്കെ, ഇനി ഒരു 95% കേസിലും ഈ എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്നത് ഈ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന ഫലോപ്പിയൻ ട്യൂബിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചില്ലെങ്കിൽ എന്ത് പറ്റും, ഈ ഫീറ്റസ് ഗ്രോ ആവുന്നതിനനുസരിച്ച് പ്രഗ്നൻസി പ്രോഗ്രസ് ആവുന്നതിനനുസരിച്ച് ഇത് ആ ഫലോപ്പിയൻ ട്യൂബിൽ ഇരുന്ന് പതുക്കെ പതുക്കെ വളരാൻ തുടങ്ങും. അതിനുശേഷം ഒരു സ്റ്റേജ് കഴിയുമ്പോഴത്തേക്കും ഈ ഫലോപ്പിയൻ ട്യൂബ് ഒന്ന് പൊട്ടും അല്ലെങ്കിൽ റപ്ചർ ആവും. അപ്പോൾ ഇന്റർണൽ ബ്ലീഡിങ് ഉണ്ടാവാം. അത് അമ്മയുടെ ജീവന് തന്നെ ഭീഷണിയാണ്. ഇതൊരു മെഡിക്കൽ എമർജൻസി കണ്ടീഷനാണ്. ഇനിയിപ്പം നോക്കാം അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്. സാധാരണ രീതിയിൽ വളരെ ലൈറ്റായിട്ടുള്ള ബ്ലീഡിങ് അല്ലെങ്കിൽ ഭയങ്കരമായ ബ്ലീഡിങ് ഉണ്ടാകും, സിവിയർ പെയിൻ വരാം ഇത് റപ്ചർ ആയിട്ടുണ്ടെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു അബ്ഡോമിനൽ ഏരിയയിൽ പെൽവിക് റീജിയനിലൊക്കെ നല്ല വേദന വരാം. ചിലർക്കെങ്കിലും ഷോൾഡർ പെയിൻ വരാം കേട്ടോ. അതും ഈ ഒരു എക്ടോപിക് പ്രഗ്നൻസിയുടെ ഒരു സിംറ്റം ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഫലോപ്പിയൻ ട്യൂബ് 2 വശത്തായിട്ടാണല്ലോ. അപ്പം ഏത് ഫലോപ്പിയൻ ട്യൂബിലാണോ ഈ ഒരു എക്ടോപിക് പ്രഗ്നൻസി ഉള്ളത് ആ ഒരു ഭാഗത്ത് കൂടുതലായിട്ട് വേദന വരാം. ഒരു വയറിൻ്റെ ലോവർ അബ്ഡോമിൻ്റെ ഒരു സൈഡിലായിട്ട് വരാം. പിന്നെ ഇങ്ങനെ ഭയങ്കര റപ്ചറായൊക്കെ കേസിലാണെങ്കിൽ അവർ കൊളാപ്സായി വീണ് പോവാം, ബോധമില്ലാതെ ഫെയിൻ്റായി പോവാം, അവർക്ക് BP ഒക്കെ ഒത്തിരി കുറഞ്ഞ് ഹാർട്ട് റേറ്റ് ഒക്കെ കൂടി, അങ്ങനെ ഒരു സ്റ്റേജ് ആട്ടോ. അപ്പം കോമൺ ആയിട്ടുള്ള സിംറ്റം നോക്കുമ്പോൾ ബ്ലീഡിങ്ങും ഈ അബ്ഡോമിനൽ പെയിനൊക്കെ നമ്മൾ സാധാരണ സിംറ്റമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനിയിപ്പം നമുക്കിത് നേരത്തെ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. നമ്മൾ ഇപ്പം ഇത് സാധാരണ ഈ എക്ടോപിക് പ്രഗ്നൻസി അല്ലെങ്കിൽ ട്യൂബിലുണ്ടെന്ന് ഈ ഫലോപ്പിയൻ ട്യൂബിൽ ഉണ്ടാകുന്ന പ്രഗ്നൻസിക്കാണ് ട്യൂബൽ പ്രഗ്നൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് സാധാരണ ഈ ഒരു റപ്ചറിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു 6 to 8 വീക്ക് ഓഫ് പ്രഗ്നൻസിയിലായിരിക്കും. അതായത് നമ്മളിപ്പോൾ പീരീഡ് മിസ്സായി ഒരു 2 ആഴ്ചയ്ക്കുള്ളിലായിരിക്കും ഈ ഒരു എക്ടോപിക് പ്രഗ്നൻസിയുടെ കോംപ്ലിക്കേഷൻസും സിംറ്റംസും ഒക്കെ നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങുന്നത്. ഓക്കെ, അപ്പം നമുക്കിത് നേരത്തെ കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ് ഒത്തിരി താമസിക്കാതെ നമ്മളൊരു ഡോക്ടറെ പോയി കാണുക. നമ്മൾ സാധാരണ ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പം അവരൊന്നെങ്കിൽ മിക്കവാറും കേസിൽ അവർ വജൈനൽ വഴിയുള്ളൊരു സ്കാനിങ് അവർ സജസ്റ്റ് ചെയ്യും. ചുരുക്കം ചിലർ മാത്രമേ അബ്ഡോമിനൽ സ്കാനിങ് പറയുള്ളൂ, മിക്കവാറും വജൈനൽ സ്കാനിങ് ആയിരിക്കും. അപ്പോൾ ആ ഒരു സ്കാനിങ് ചെയ്ത് നോക്കുമ്പം അവർക്ക് മനസ്സിലാവും യൂട്രസിൽ ഈ കുഞ്ഞ് വളരുന്ന സാക്ക് അല്ലെങ്കിൽ ഫീറ്റസ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല, യൂട്രസിൽ തന്നെ കുഞ്ഞുണ്ട്, അപ്പോൾ എക്ടോപിക് പ്രഗ്നൻസിയുടെ സാധ്യതയില്ല. പക്ഷേ ഈ ഒരു നമുക്ക് ഹോം പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായി, പക്ഷെ ഡോക്ടർ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ യൂട്രസിൽ കുഞ്ഞിനെ കണ്ടില്ലെങ്കിൽ അല്ലെങ്കിൽ സാക്ക് കണ്ടില്ലെങ്കിൽ അത് എക്ടോപിക് പ്രഗ്നൻസിയുടെ ഒരു സാധ്യതയായിട്ട് അവർ കൺസിഡർ ചെയ്യും. അതുപോലെ തന്നെയാണ് β-HCG എന്ന് പറയുന്ന ഹോർമോൺ. ഈ ഒരു ഹോർമോൺ എന്ന് പറയുമ്പോൾ 2000 മേലെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ 2000 മേലെ ആണെങ്കിൽ
അതായത് ആ ഫീറ്റസ് ശരിക്കും നമ്മുടെ യൂട്രസിൽ വളരേണ്ട ഒരു അതാണ് ഈ ഒരു HCG ലെവൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷെ അതവിടെ കാണുന്നില്ലെങ്കിൽ അതും എക്ടോപിക് പ്രഗ്നൻസിയുടെ ഒരു ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ സാധാരണ ഈ BT-HCG ഹോർമോൺ 48 hours കഴിഞ്ഞ് ഡബിളായി വരും. പക്ഷേ ഡബിളായി വരുന്നില്ല. ഇത് HCGയുടെ അളവ് കൂടി വരുന്നുണ്ട്, പക്ഷെ ഡബിൾ ആവുന്നില്ലെങ്കിലും ഇതൊരു എക്ടോപിക് പ്രഗ്നൻസിയുടെ ഇൻഡിക്കേഷൻ ആട്ടോ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഡോക്ടർ എക്ടോപിക് പ്രഗ്നൻസി ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്യൂബൽ പ്രഗ്നൻസി ആണെങ്കിലും അതിൽ റപ്ചറൊന്നും ആവാതെ അമ്മയ്ക്ക് ഒരു കേടുമില്ലാതെ നമുക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഈ ഒരു എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്ന കണ്ടീഷൻ നമുക്ക് നന്നായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഈ എക്ടോപിക് പ്രഗ്നൻസി കൂടുതലായിട്ടും ആർക്കാണ് വരാൻ സാധ്യത കൂടുതൽ നോക്കാം കേട്ടോ. അതിൽ ഒന്നാമത്തെ കാറ്റഗറിയാണ് പ്രസവം നിർത്തിയ ആൾക്കാർ. അങ്ങനെയുള്ളവർക്ക് അവർ വീണ്ടും പ്രഗ്നൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ട്യൂബൽ പ്രഗ്നൻസിക്കുള്ള സാധ്യതയുണ്ട്. വന്ധ്യതാ ചികിത്സ നടത്തിയവർ, പിന്നെ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഫലോപ്പിൻ ട്യൂബിലെ ബ്ലോക്ക് കൊണ്ട് എന്തെങ്കിലും കാരണം കൊണ്ട് ഫലോപ്പിൻ ട്യൂബിന് ഓപ്പറേഷൻ നടത്തിയവർ, പിന്നെ C-സെക്ഷൻ കഴിഞ്ഞവർ, പിന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് ഇൻഫെക്ഷൻ ഒക്കെ കാര്യങ്ങളൊക്കെ വരുന്നവർ, ഇവർക്കൊക്കെയാണ് പൊതുവെ എക്ടോപിക് പ്രഗ്നൻസിക്ക് സാധ്യത കൂടുതൽ. ഇനിയിപ്പം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, നമ്മളിപ്പം എക്ടോപിക് പ്രഗ്നൻസി ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഈ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് വന്നോ, കുഞ്ഞിൻ്റെ കുഞ്ഞ് വളരുന്ന സാക്കിന് എത്രമാത്രം വലിപ്പമുണ്ട്, പിന്നെ പേഷ്യൻ്റ് സ്റ്റേബിൾ ആണോ, ഇത് നമ്മൾ എയർലി കണ്ടുപിടിച്ചോ അതോ ട്യൂബ് റപ്ചർ ആയതിനു ശേഷമാണ് നമ്മൾ കണ്ടുപിടിച്ചത്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും നമുക്ക് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പ്രഗ്നൻ്റ് ആയ ഉടനെ നമ്മൾ ഡോക്ടറെ പോയി കാണണമെന്നും എയർലി ആയിട്ട് ഇത് കണ്ടുപിടിക്കുന്നത് എപ്പോഴും നല്ലതെന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ എയർലി ആയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, മെത്തോട്രെക്സേറ്റ് എന്ന് പറയുന്നത്. ആ ഒരു ഇഞ്ചക്ഷൻ എടുക്കുവാണെങ്കിൽ ഈ ഫലോപ്പിൻ ട്യൂബിലോ അല്ലെങ്കിൽ എക്ടോപിക് പ്രഗ്നൻസി എവിടെയാണോ അതിനെ പതുക്കെ നമുക്ക് അലിയിച്ച് കളഞ്ഞ് നമുക്ക് ട്യൂബ് ഒന്നും റിമൂവ് ചെയ്യാതെ അമ്മയ്ക്ക് ഒരു വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്കിത് എക്ടോപിക് പ്രഗ്നൻസി ട്രീറ്റ് ചെയ്യാം. അതാണ് ഒന്നാമത്തെ മെത്തേഡ്. പിന്നെ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എയർലി ആയിട്ട് നമ്മൾ എക്ടോപിക് പ്രഗ്നൻസി കണ്ടുപിടിച്ചാൽ ട്യൂബ് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുന്നതിന് പകരം ട്യൂബിൽ ചെറിയൊരു ഹോൾ പോലെ ഇട്ട് അതിൽ നിന്നും ഈ സാക്കും കുഞ്ഞിനെയൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞ് നമുക്ക് ട്യൂബിന് വലിയ കേടില്ലാതെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. ഇനിയിപ്പോൾ ട്യൂബ് റപ്ചറായ കേസിലാണെങ്കിൽ നമുക്ക് ട്യൂബ് റിമൂവ് ചെയ്യാന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ കൂടുതൽ ആൾക്കാരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഒരു ട്യൂബ് മാത്രം ഉള്ളെങ്കിൽ നമുക്ക് പ്രഗ്നൻസിക്കുള്ള സാധ്യത കുറയുമെന്ന്. പ്രഗ്നൻസിക്ക് ഒരു ഫലോപ്പിൻ ട്യൂബ് തന്നെ ധാരാളം. കാരണം ഓരോ പ്രാവശ്യവും ഓരോ മന്ത് ഇടവിട്ട് ഓണല്ലോ ഓവറിൽ നിന്ന് ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഒരു ഫലോപ്പിൻ ട്യൂബ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കൺസീവ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ ഒരു കാര്യമാണ്, നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും എക്ടോപിക് പ്രഗ്നൻസി ഉണ്ട്, അമ്മയ്ക്കോ ചേച്ചിക്കോ അല്ലെങ്കിൽ ആൻറ്റിമാർക്കോ ഒക്കെ എക്ടോപിക് പ്രഗ്നൻസി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിനുള്ള സാധ്യത ഉണ്ടെന്ന്. ഈ ഒരു ജനറ്റിക് ആയിട്ടുള്ള ഇങ്ങനെ ഒരു ഇതുവരെ പ്രൂവ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് നമുക്കൊരു ഹെറിഡിറ്ററി ആയിട്ടൊന്നും ഇത് അങ്ങനെ വരുന്ന കാര്യമൊന്നുമല്ല കേട്ടോ. കാരണം ഇത് ഓരോ ആൾക്കാരെ അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ പിന്നെ വേറൊരു കാര്യം, ഇപ്പം മെത്തോട്രെക്സേറ്റ് ഇഞ്ചക്ഷൻ എടുത്താണ് നിങ്ങളിപ്പം ഇത് എക്ടോപിക് പ്രഗ്നൻസി ട്രീറ്റ് ചെയ്തതെങ്കിൽ 3 മാസം കഴിയാതെ നിങ്ങൾ പ്രഗ്നൻ്റ് ആവാൻ പാടില്ല. കാരണം ഈ ഒരു മെത്തോട്രെക്സേറ്റ് ഹോർമോൺ, മെത്തോട്രെക്സേറ്റ് ഇഞ്ചക്ഷൻ നമ്മുടെ ബോഡിക്ക് അത്ര നല്ലതല്ല. ഇതൊരു സൈറ്റോടോക്സിൻ മെഡിസിൻ ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു ടൈം ഗ്യാപ്പ് ഇട്ടിട്ട് നിങ്ങൾ പ്രഗ്നൻ്റ് ആവുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്കിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്നത് ആക്ച്വലി അതൊരു ഭയങ്കര ഡേഞ്ചറസ് കണ്ടീഷനാണ്. പക്ഷേ എയർലി ആയിട്ട് അത് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. അമ്മയുടെ ജീവന് ഒരു ആപത്തും ഉണ്ടാവില്ല. നമുക്ക് വളരെ സേഫായിട്ട് ഈ ഒരു പ്രശ്നത്തെ ഓവർകം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ എക്ടോപിക് പ്രഗ്നൻസി ആണെങ്കിൽ ആ ഒരു പ്രഗ്നൻസിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ. ഇതൊരു യൂട്രസിൽ ഒന്ന് ഇംപ്ലാന്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ കുഞ്ഞിനെ സംരക്ഷിച്ച് മുമ്പോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. ബി ഹാപ്പി, കീപ് സ്മൈലിംഗ്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.